ഈ പുതിയ തലമുറ ഇങ്ങനെ വയലൻ്റ് ആവാൻ കാരണം എന്തായിരിക്കും? ഇത് ബഹുമുഖമായ ഘടകങ്ങളുണ്ട്. മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള റീസൺസ് ആണ് നമുക്ക് ഈ കുട്ടികളിൽ, കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും വയലൻസ് വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. അത് കുടുംബ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പൊതുസമൂഹത്തിനകത്ത് വന്നിട്ടുള്ള, കുടുംബത്തിനകത്ത് തന്നെ വന്നിട്ടുള്ള വളരെ മത്സരാധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം, കുട്ടികളും പേരൻസും തമ്മിലുള്ള റിസ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് കൗമാരകാലത്തിലെ കുട്ടികളും പേരൻസും തമ്മിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം, മറുവശത്ത് അമിതലാളനയിലൂടെ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. പക്ഷെ അവരുമായിട്ട് ഫലവത്തായി സമയം ചെലവഴിക്കാത്ത തരത്തിലുള്ള തെറ്റായ പേരൻറ്റിങ് രീതികൾ, അതുപോലെ പറഞ്ഞ ഈ സിനിമ സീരിയലുകളുടെ വർദ്ധിതമായ സ്വാധീനം, പ്രത്യേകിച്ച് സിനിമയിലേക്ക് പുതിയ നായകന്മാരെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളടക്കം വില്ലനസ് ഹീറോസാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന രീതിയായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകളാണ് കുട്ടികളെ, കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ ഗെയിം, കാർട്ടൂണുകൾ, അതിൻ്റെയൊക്കെ അത് വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരിൽ ഉണ്ടാക്കുന്ന ആക്രമണോത്സുകതയും അതുപോലെ തന്നെ ആക്രമണ പ്രവണതയും അവരുടെ ബ്രെയിനിനെ തന്നെയാണ് ബാധിക്കുന്നത്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് ഈ കാർട്ടൂണുകളും അതുപോലെ വീഡിയോ ഗെയിമുകളും, അതിൻ്റെ ഈ കണ്ടന്റ് എന്ന് പറയുന്നതും അക്രമപരമാണ്. ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു വലിയ തെറ്റായ രീതിയിലുള്ള ഒരു പൊതു അന്തരീക്ഷം സമൂഹത്തിൽ കഴിഞ്ഞ 2-3 ദശകങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതും ഓരോന്നും എടുത്ത് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ കൗമാരക്കാരിലും കുട്ടികളിലും അതുപോലെ യൂത്തിലും അക്രമ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണത്തിലേക്ക് നമുക്ക് കൊണ്ട് എത്തിച്ചിട്ട് അത് മുഴുവൻ വിശദീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടൽ എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോഴും ഒരു മൾട്ടി ഡയമെൻഷണലായിട്ടുള്ള ഒരു ഇടപെടൽ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേരൻറ്റിങ്ങിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ശരിക്കും ലോകാരോഗ്യ സംഘടന 10 വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞത് ഈ കുട്ടികളിലുള്ള അക്രമ പ്രവണതകളെയും മാനസിക പ്രശ്നങ്ങളെയും നേരിടുന്നതിനുള്ള ഒരു പ്രധാന ഉപാധി ശരിയായ തരത്തിലുള്ള പേരൻറ്റിങ് ആണ്. ഫലവത്തായിട്ടുള്ള റെസ്പോൺസിബിൾ പേരൻറ്റിങ് എന്നുള്ള വാക്ക് തന്നെ പറയുന്നുണ്ട്. അങ്ങനത്തെ പേരൻറ്റിങ് ആണ് ബിഹേവിയറൽ വാക്സിൻ എന്നാണ് അതിന് പറയുന്നത്. ബിഹേവിയറൽ വാക്സിനാണ് ഈ പേരൻറ്റിങ്, ശരിയായ തരത്തിലുള്ള പേരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരൻറ്റിങ്ങിന് ഒരു ശാസ്ത്രമാണ്, അത് സോഷ്യൽ സൈക്കോളജിയാണ്, സോഷ്യോളജിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ചർച്ച ചെയ്യുകയും വിപുലപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട്. ഡോക്ടർ ജയപ്രകാശ്, ഞാൻ തടസ്സപ്പെടുത്തിയല്ലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പാരന്റിങ് വളരെ നിർണായകമാവുന്ന ഒരു കാലമാണെന്ന് പറയുന്നു. അങ്ങ് തന്നെ താരതമ്യം ചെയ്ത് നോക്കൂ. ഈ മുൻ തലമുറയുടെ പേരൻസ് ഉണ്ടല്ലോ, 80-ലും 90-ലും ജനിച്ച കുട്ടികളുടെ പേരൻസിനേക്കാൾ എത്രയോ പ്രൊഫഷണലായി, സയൻറ്റിഫിക്കായി കുട്ടികൾ വളർത്തുന്നുണ്ട് ഇപ്പോഴത്തെ പേരൻസ് എന്ന് അവർ തന്നെ അവകാശപ്പെടാറുണ്ട്. അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നും പേരൻസ് അവകാശപ്പെടുന്നുണ്ട്. അല്ല, അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദശകങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ആയിട്ടൊരു ശരാശരി കുടുംബ പശ്ചാത്തലത്തിൽ അവരുടെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വരെ മത്സരിക്കേണ്ടി വരുന്നു അവരുടെ ഒരു അടുത്ത പോസ്റ്റിന് വേണ്ടി. അങ്ങനത്തെ ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷം. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുത്ത്, ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് 8 വയസ്സുള്ള അനിയനാണ്, 10 വയസ്സുള്ള ചേട്ടനെക്കാളും ചേട്ടന് ഉണ്ട്. അപ്പോൾ ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ചേട്ടനുമായിട്ട് എപ്പോഴും അടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് SIT ബിഹേവിയർ പീഡിയാട്രിക്സിൽ. അപ്പോൾ ഞാൻ അനിയനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്താ അങ്ങനെ ചേട്ടൻ കൂടുതൽ മാർക്ക് മേടിക്കുന്നതിന് മോനെന്തിനാ വിഷമം എന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ഞാനും അതുപോലെ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അമ്മ എന്നെ നിർബന്ധിക്കും. അപ്പോൾ ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഞാനും കൂടുതൽ വാങ്ങിക്കേണ്ടി വരും. ചേട്ടൻ എപ്പോഴും ഇരുന്ന് പഠിക്കും, എനിക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈക്രോ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. കുടുംബത്തിനകത്ത് തന്നെ 2 കുട്ടികൾ തമ്മിൽ അങ്ങനെ മത്സരാധിഷ്ഠിത അന്തരീക്ഷം വരുന്നുണ്ട്. പിന്നെ നോക്കൂ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം കളിക്കാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ കാർട്ടൂണും വീഡിയോ ഗെയിമും. ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വയസ്സുള്ള കുട്ടിയെ അമ്മ ഫീഡ് ചെയ്യുന്നു. ഫേസ്ബുക്കിലുള്ള പടമാണ്. അപ്പോൾ അമ്മ നെറ്റിയിലൊരു മൊബൈൽ ഫോൺ വെച്ച് കെട്ടിയിരിക്കുന്നു, അതിൽ കാർട്ടൂൺ കാണുന്നു.
അപ്പോൾ എന്നിട്ട് അപ്പോൾ താഴെ ഒരുപാട് കമൻറ്റുകൾ ഭയങ്കര മാർവലസ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കണ്ടുപിടുത്തം പോലെ. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് വേണ്ടി അമ്മ ചെയ്യുന്നത് വളരെ കഷ്ടമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ 1 വയസ്സുള്ള കുട്ടിയെ മൊബൈൽ ഫോണും കാർട്ടൂണും കാണിക്കുന്നത് നമ്മൾ പറയുന്നത് പീഡിയാട്രിഷ്യൻസിൻ്റെ ഓർഗനൈസേഷൻസ്, അമേരിക്കൻ അക്കാഡമി പീഡിയാട്രിക്സ് ഒക്കെ പറയുന്നത് 4-5 വയസ്സ് വരെ കുട്ടികളെ മൊബൈൽ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൊബൈലിൽ കുട്ടികൾ കാണുന്നത് അത് അനന്തരമാണോ കാണുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരമല്ലല്ലോ കാണുന്നത്. അവർ കാണുന്നത് കാർട്ടൂണുകളും വീഡിയോ ഗെയിമുകളുമാണ്. കാർട്ടൂണും വീഡിയോ ഗെയിം എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ വേഗതയുള്ള സ്റ്റിമുലസ് ആണ്. അഗ്രഷനാണ് അതിലെ കണ്ടന്റ്. അഗ്രഷൻ കണ്ടന്റ് ആയതുകൊണ്ടാണ് കാർട്ടൂണുകൾ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഈ അഗ്രഷനുള്ള കാർട്ടൂൺ കണ്ടന്റ് വീഡിയോ ഗെയിമും കാണുന്ന കുട്ടിയിൽ അക്രമ പ്രവണത വർദ്ധിക്കുന്ന രീതിയാണ്. അപ്പോൾ എല്ലാം അവർ ആക്ഷനിലൂടെ നേടുകയാണ്. ഇത്തരത്തിലുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക്, ഈ രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് സംസാരിച്ച് ഒരാളോട് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അവരെ സംസാരിച്ച് ബോധ്യപ്പെടുത്തി വാക്ചാതുര്യോടുകൂടി അത് മനസ്സിലാക്കി ആഗ്രഹം നേടുക എന്നുള്ള ഒരു കഴിവ് അവർക്ക് കുറവായിരിക്കും. പകരം ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ആക്രമിച്ച് കാര്യം നടത്തുക. അപ്പോൾ ഒരു കാര്യം നടന്നില്ലെങ്കിൽ മൊബൈൽ അങ്ങ് എടുത്തെറിയുക, അല്ലെങ്കിൽ റിമോട്ട് എറിഞ്ഞ് പൊട്ടിക്കുക, അല്ലെങ്കിൽ അച്ഛനെ ഒരു അടി കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയെ ഒരു കുത്തു കൊടുക്കുക, അമ്മയുടെ മുടി പിടിച്ച് വലിക്കുക. ഇതെല്ലാം അഗ്രസീവ് ബിഹേവിയറുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്രസീവ് ബിഹേവിയറുള്ള കുട്ടികളുടെ എണ്ണം ഞങ്ങൾ കാണുന്ന കഴിഞ്ഞ ഒരു 30 കൊല്ലത്തെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വരുന്നു. അതുകൊണ്ട് പുതിയ തലമുറയിലുള്ള യങ് പേരൻസ്, മുഴുവൻ പേരൻസും ശരിയായ തരത്തിലുള്ള റെസ്പോൺസിബിൾ പേരൻറ്റിങ് ആണെന്ന് പറയാൻ കഴിയില്ല. അത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിയുമായി ഫലവത്തായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ അത് നികത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെർമിസീവ് പേരൻറ്റിങ്ങിൻ്റെ ഒരു രീതി വലിയ തോതിൽ പുതിയ കാലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻറ്റിങ്ങിലേക്ക് നമുക്ക് കുട്ടിയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കുട്ടിയോടൊപ്പം സമയം ചെലവഴിച്ച് കുട്ടിയുടെ വിഷനും കൂടി മനസ്സിലാക്കി കുട്ടിയുടെ താല്പര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തരത്തിലുള്ള പേരൻറ്റിങ് എന്ന് പറയും, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്, റെസ്പോൺസിബിൾ പേരൻറ്റിങ്. ആ പേരൻറ്റിങ്, അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന പേരൻറ്റിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളിലുള്ള മാനസിക രോഗാതുരത കുറയ്ക്കുന്നതിലും ഒരു വഴിയായിട്ട് ബിഹേവിയറൽ വാക്സിൻ എന്നാണ് പേരൻറ്റിങ്ങിനെ പറയുന്നത്.